നമ്മുടെ മാരിയോ ജോസഫിൻ്റെ ഭാര്യ ജിജി മാരിയോയുടെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നായിരുന്നു. ഒന്നല്ല 2-3 വന്നു. ഇതിനിടയിൽ വളരെ പെട്ടെന്ന് മാരിയോ ജോസഫ് അങ്ങ് സുലൈമാനായി. സുലൈമാനെ നമ്മളിലെ മലയാള സിനിമയിൽ പറയുന്ന പോലെ സുലൈമാൻ 10-30 കൊല്ലമായി ഇതെല്ലാം കൂടെ പൊളിച്ച് അപ്പുറത്ത് എന്നെങ്കിലും നമ്മുടെ കർമ്മചേച്ചിയൊക്കെ മാരിയോ ജോസഫിനെ കൈവിട്ട് സുലൈമാനായി. ഈ സുലൈമാനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജി മാരിയോയുടെ ഒരു ആശ്വാസം കേൾക്കാം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഈ കേൾക്കുന്ന നമുക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ശാന്തമായിരിക്കൂ, എല്ലാം തെളിയും എന്നാണ് പറയുന്നത്. എൻ്റെ ജിജിമോക്കളെ, ഞങ്ങളൊക്കെ ശാന്തമായിരിക്കുക, ഉറങ്ങാൻ പോവുക കുടുംബമായിട്ട്. അപ്പോൾ ഈ ആളുകളെ മുഴുവൻ ഉപദേശിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപദേശം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണ്ടേ? ജിജിമോടെ ചില സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല, ചില മനുഷ്യരെ മാറ്റാൻ പറ്റില്ല. ശാന്തമായിട്ടിരിക്കൂ. ഒരു ബുദ്ധന്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു ശിഷ്യന്മാരോട് പറഞ്ഞു, ബുദ്ധൻ പറഞ്ഞു, എടാ ആ പുഴയുടെ അവിടെ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ. അപ്പം ശിഷ്യൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു ഗുരു അവിടെ മൊത്തം കലക്കലാ, വെള്ളമില്ല. അപ്പം ഗുരു പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, നീ ഒന്ന് പോയിട്ട് വെള്ളം എടുത്തോണ്ട് വാ, ഒന്നുകൂടെ പോയി നോക്കിയെന്ന് പറഞ്ഞു. പോയിട്ട് തിരിച്ചു വന്നു, മൊത്തം കലക്കല ഗുരു, വെള്ളമില്ല, കലക്കല് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞൊരു ചോദ്യമുണ്ട്, എടാ നീ അവിടെ പോയി ഇരുന്നേ, ആ കുടവുമായിട്ട് പുഴയുടെ തീരത്ത് ഒരു മരച്ചുകൂടുണ്ട്, അവിടെ പോയി ശാന്തമായിട്ടിരിക്കും. എന്നിട്ട് പുഴയിലേക്ക് നോക്കും. നോക്കുമ്പോ നിനക്ക് മനസ്സിലാകും ആ ചെളികൾ, ആ മണ്ണുകൾ താഴേക്ക് 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 പോകുന്നത്. പതുക്കെ 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 തെളിവെള്ളം പൊങ്ങി 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 വരുന്നത്. ശാന്തമായിട്ടിരുന്നേ കുറച്ചു നേരം. അപ്പൊ ഊറി വരുന്ന തെളിവെള്ളം നീ എടുത്തുകൊണ്ടുവരൂ. എത്ര ദിവസം ഇരിക്കണം ഞങ്ങളിങ്ങനെ? ഇതൊന്ന് കലങ്ങി തെളിഞ്ഞ് ഊറി വരുന്ന ശുദ്ധവെള്ളം എടുക്കാൻ എത്ര ദിവസം ഇരിക്കണം? ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. പ്രശ്നങ്ങൾ നിറഞ്ഞ് കലങ്ങി മറിഞ്ഞിരിക്കുമ്പോ ജീവിതമേ കലക്കലായിരിക്കും. കലക്കവെള്ളം കോരാൻ നിൽക്കരുത്. മനസ്സൊന്ന് ശാന്തമായിട്ടിരിക്കെ. എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് പോയിട്ട് തനിച്ചൊന്നിരിക്കെ, ശാന്തമായിട്ട്. ഞങ്ങളങ്ങനെ ശാന്തമായിട്ട് ഇപ്പോൾ എവിടെങ്കിലും പോയിരുന്ന ഭാര്യയും മക്കളും ഒക്കെ കിടന്ന് കരയും, കാണുന്നില്ലെന്നും പറഞ്ഞ്. ഇതിപ്പോൾ ഈ ആരെയും ഉപദേശിക്കുന്നത്? ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഈ അഭ്യാസങ്ങൾ മുഴുവൻ കാണിച്ച് പലതരം വെറൈറ്റികൾ ഇറക്കിയൊക്കെ കളിക്കുമ്പോൾ, അതങ്ങ് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരം ചില സന്ദർഭങ്ങൾ കൂടി ഓർക്കണ്ടേ? ഇതൊക്കെ വരുമെന്ന് വിചാരിക്കണ്ടേ? ഇത് വെള്ളം കലക്കിയത് നിങ്ങൾ തന്നെ, കലക്കവെള്ളം കുടിച്ചത് നിങ്ങൾ തന്നെ, കലക്കവെള്ളത്തിൽ മുങ്ങിയത് നിങ്ങൾ തന്നെ. പിന്നെ ഞങ്ങളെന്തോ വേണം? ഞങ്ങൾ ശാന്തമായിട്ടിരിക്കണം? ഞങ്ങൾ സമാധാനമായിട്ടിരുന്നാൽ അവിടെ തെളിയുമോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തെളിയുന്നത് വരെ ശാന്തമായിട്ടിരിക്കാൻ പറ്റാത്തവർ ഞങ്ങളെ ഉപദേശിക്കുക. ഇതാണ് കാലം. ഈ ഉപദേശം കൊണ്ട് മാത്രം തീർന്നില്ല, അതിനേക്കാൾ വലിയ ഉപദേശം ഇതിനു മുമ്പ് സമൂഹത്തിന് ആകെയും കൊടുത്തിരുന്നു. ആ ഉപദേശം കേൾക്കണ്ടേ? അത് ഇതിനേക്കാൾ ഗംഭീര ഉപദേശമാണ്. ഇന്നത്തെ ലൈവില് ഞാൻ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ചേട്ടായോട്, എല്ലാ ലൈവിലും ഉള്ളതുപോലെ. അതെ, അതായത് പല സ്ത്രീകളും ചേച്ചിമാരും അനുഷ്യത്തിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, അതിനെന്താണ് പരിഹാരം? ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, എനിക്ക് വേറൊരു ഓപ്ഷനില്ല, പോംവഴിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിയെ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. ഈ തല്ലുന്ന ഭർത്താക്കന്മാരോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാം? തല്ലുന്ന ഭർത്താക്കന്മാരോട് ഇന്ത്യയുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് തല്ലുന്നതെന്നാണ് ഞാൻ ആദ്യം പറയാം. ചാലക്കുടി പോലീസുകാർ പറഞ്ഞു ബന്ധം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത്. നിയമത്തിന്റെ വഴിയെ പോയാൽ തീർച്ചയായിട്ടും അത് താല്പര്യമില്ല. പക്ഷെ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതകാലം മുഴുവൻ സഹിക്കാന്ന് പറയുമ്പോ അങ്ങനെയല്ല. ഓക്കെ, ചോദ്യം വളരെ വ്യക്തമാണ്. എനിക്കും വ്യക്തമായി, നിനക്കുമായി, നമ്മളെ കേൾക്കുന്നവർക്കും. ഈ കഴിഞ്ഞ ഒരു 10-25 വർഷങ്ങളോളം ഇങ്ങനെ കൗൺസിലിങ്ങും ധ്യാനവും ഒക്കെ ആയി നടന്നിട്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഈ ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയത്? ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെ തല്ലിയത്? കാരണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? എന്തിനാണ്? കാര്യം വെറുതെ ഇപ്പൊ വഴി പോകുന്നൊരുത്തനെ പിടിച്ചിട്ട് തല്ലുവോ? എന്തിനാ? തല്ലില്ല. ഒരാളെ തല്ലണമെങ്കിൽ അയാൾ നമ്മളെ വെറുപ്പിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ടെന്നല്ലേ നമ്മൾ കയറി തല്ലുള്ളൂ. അപ്പം തലയടിച്ച് പൊട്ടിച്ചതിനും ഒരു കാരണമുണ്ടെന്നാണ് സുലൈമാൻ പറയുന്നത്. ഇനി ഇതിനേക്കാൾ വലിയ കോമഡി ഇതൊന്നുമല്ല. അതാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്.
നമ്മുടെ കർമ്മചേച്ചി ഉണ്ടല്ലോ, കർമ്മചേച്ചിയുടെ ഒരു സാധനമുണ്ട്, അതാണ് സഹിക്കാൻ വയ്യാത്തത്. കേരളത്തിലെ ധ്യാന ദമ്പതികൾ മാരിയോ ജോസഫും ജിജി മാരിയോയും അടിച്ചു പിരിഞ്ഞതായി വാർത്ത. ഭാര്യ പിണങ്ങിയാൽ തഴുകി വാക്കുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സകല ഭാര്യ ഭർത്താക്കന്മാരെയും വഴിതെറ്റാതെ വഴികാട്ടിക്കൊടുത്ത അച്ചായൻ. പക്ഷെ അച്ചായന്റെ കടിഞ്ഞാൺ കൈവിട്ടുപോയി. ഭാര്യ ജിജി മാരിയോയുടെ തലയ്ക്ക് അടിച്ചു. പരാതിയെ തുടർന്ന് ചാലക്കുടി പോലീസ് കേസെടുത്തതായി വിവരങ്ങളുണ്ട്. കൈകൾ കടിച്ചു പറിച്ചു, മുടിക്കുത്തിന് പിടിച്ചു വലിച്ചു, ദേഹോപദ്രവം ഏൽപ്പിച്ചു. ഇങ്ങനെ ചാലക്കുടി പോലീസിൽ ജിജി മാരിയോ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. മാരിയോ ജോസഫിന്റെ പൂർവ്വകാലത്തെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അയാൾ ഒരു മുസ്ലിം ആയിരുന്നു. ഭാര്യയെ തല്ലാൻ പഠിച്ചത് മുസ്ലിം ആയിരുന്നപ്പോൾ ആണ് എന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ, സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾക്കെതിരെ ഉയരുകയാണ്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്നറിയോ? അയാൾ ഭാര്യമാരെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ മുസ്ലിം സമുദായത്തിലായിരുന്നപ്പോഴുള്ള പരിശീലനത്തിൽ നിന്നായിരുന്നു. കള്ളിക്കാട്ടിലെ ചേച്ചിയെടുത്ത് ആരാ ഇത് പറഞ്ഞേ? ചേച്ചിയെടുത്ത് ആരാ പറഞ്ഞേ? ഈ ചേച്ചിയുടെ വിഷം നിറഞ്ഞ കർമ്മ ന്യൂസിലൂടെ എന്നും പറയുന്ന കേൾക്കാമല്ലോ, മുസ്ലിങ്ങളുടെ ആ പുറത്ത് ഭാര്യമാർ പ്രസവിക്കുന്നേ, ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവുന്നേ എന്നൊക്കെ. അതൊക്കെ ഉണ്ടാകുന്നത് സ്നേഹത്തിലും സന്തോഷത്തിലും വീട്ടിൽ കഴിയുന്നതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഭാര്യയെ ഉപദ്രവിക്കുന്നത് എങ്ങനെയാണ്? മുസ്ലിം വീടുകളിൽ ചേച്ചി അങ്ങനെയുള്ള ആളുകളെ കാണുകയോ ഒപ്പം ജീവിക്കുകയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് അറിഞ്ഞുകൂടാത്ത. മുസ്ലിങ്ങളുടെ ഭർത്താക്കന്മാരും ഭാര്യമാരുമായി കഴിയുന്നത് ഒരു നല്ല സന്തോഷമുള്ള കാര്യമാണ്. അത്രയും സന്തോഷമുള്ള കാര്യം വേറൊന്നുമില്ല. അല്ലാതെ ഈ മുസ്ലിം ആണുങ്ങൾ ആരും ഭാര്യയെ ഏതെങ്കിലും രാജ്യത്ത് വിട്ടിട്ട് അവളുടെ കാശ് വന്ന് പുള്ളി ജിമ്മിന് പോയി എണ്ണയും തൂത്ത് പെരിപ്പിച്ച് ബുള്ളറ്റിനകത്ത് നടക്കുന്നവരല്ല. കെട്ടുന്ന പെണ്ണിനെ സംരക്ഷിക്കും, അവളിൽ മക്കളെ ഉണ്ടാക്കും, നോക്കുകയും ചെയ്യും, നല്ല വൃത്തിക്ക് നോക്കും. ആ പിള്ളേരൊക്കെ വളർന്ന് ഗൾഫിലുമൊക്കെ പോയ അവസാനം പുള്ളി രാജകുമാരൻ്റെ കൂട്ടിരിക്കുകയും ചെയ്യും. അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. സുലൈമാൻ ഇപ്പോൾ അവിടെ ചെന്ന് ഭാര്യയെ ഇടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് സുലൈമാനാവുന്നത് എങ്ങനെയാണ്? മാരിയോ ജോസഫ് എന്ന പേരും സ്വീകരിച്ച് കൊണ്ട് നടന്ന് മുസ്ലിങ്ങളെ മൊത്തം ചീത്ത വിളിപ്പിക്കാനും കഥ പറയിക്കാനും ഇവിടെ വലിയ ദ്രോഹമാണെന്നും വലിയ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഭാര്യയ്ക്ക് 2 ഇടി കൊടുത്തപ്പോഴത്തേക്ക് അങ്ങ് പെട്ടെന്ന് സുലൈമാനായോ? നീ എന്നാ രാമസിംഹൻ തിരിച്ചു വരുന്നതെന്ന് അറിഞ്ഞില്ല. ഏതായാലും വളരെ പെട്ടെന്ന് സുലൈമാനായി. അതുകൊണ്ട് എനിക്ക് ഈ ജിജി മാരിയോ നൽകിയ ഉപദേശമാണ് കർമ്മ ചേച്ചിക്ക് നൽകാനുള്ളത്. ചേച്ചി ശാന്തമായിട്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക, കലങ്ങട്ടെ, നല്ലപോലെ കലങ്ങിയിട്ട് തെളിയട്ടെ. തെളിയുമ്പോൾ ഇച്ചിരി കോരി കുടിക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസം വരും. അതാണ് നല്ലത്.